മുത്തേ നമ്മൾ കയറി ഇരിപ്പുണ്ട് അവൻ്റെ കാറിൽ, വച്ച് പിടിക്കുന്നുണ്ട് അവൻ. പ്ലെയർ ചാക്കോച്ചൻ ജോയിൻ ഉണ്ട്. ചാക്കോച്ചൻ പിന്നെ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, കയറി വാ മുത്തേ, കയറി വാ, വച്ച് പിടി. നീ അപ്പോഴത്തേക്ക് എന്തായാലും വെച്ചാൽ വച്ച് പിടി. ഓഹോ, നോക്കട്ടെ നോക്കട്ടെ. ചാറ്റപ്പറ്റി വല്ലതും ഒന്നാടാ. ഇപ്പം നമുക്ക് ചാറ്റൊക്കെ വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കണം. ഇതെല്ലാം നമുക്ക് നോക്കാം. റോസ് ഈരവിലോട്ട് വാ ചാക്കോച്ചൻ. ഞാൻ ഇപ്പം എന്തായാലും എൻ്റെ ബസ്സിലാണ്. ബസ്സിലല്ല, ഓ മാറിപ്പോയി. എപ്പോഴും ബസ്സിൽ കയറി ബസ്സിലല്ല, ലിവൻ്റെ കാറിലാണ്. എന്തായാലും നോക്കാം. അത് കൊള്ളാമല്ലേ. എന്തായാലും നോക്കട്ടെ. ചാറ്റിൽ എന്തെങ്കിലും സാധനം വന്നതാണ്. ഹെൽപ്പ് സ്ഥലത്തേക്ക് പോകാം. ചാക്കോച്ചൻ്റെ ബസ് മൊത്തം ഹെൽപ്പ് സൈനിൽ പോകണം, നല്ല കാര്യമാണ്. പക്ഷേ ചാക്കോച്ചൻ്റെ ബസ്സിൽ പോകണേന് കൂടുതൽ നല്ലതായിരിക്കണം. അപ്പോൾ ബസ് ഇരുന്ന് പോകണ ഒരു വൈബ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. കാറിൽ പോകണേ നല്ലതാണ്. സ്ഥലം കറക്റ്റ് സ്പോട്ട് എന്ന് വെച്ചാൽ ഇവിടെയാണ് സ്ഥലം. ഇതാണ് സ്ഥലം ഹെൽപ്പ് സൈനുള്ള. നിങ്ങൾക്ക് അറിഞ്ഞിടത്തോടാണെങ്കിൽ ഇതാണ് സ്ഥലം. ഞാൻ അന്നൂരാണ് ഇവിടെ പോകാൻ വേണ്ടി പെട്ട്. പിന്നെ നവാബ് മുത്താണ് ഇവിടെ കൊണ്ടെത്തിച്ച. അതൊരു വൈബായിരുന്നു. ഹെൽപ്പ് സ്ഥലത്തേക്ക് നടന്നു പോവാന്ന മുത്തേ, അത് നല്ല ദൂരമാണ്. നോക്കട്ടെ, നടന്നു പോകണേ വൈബാണ്. വൈബ് മാത്രമല്ല, ഏറ്റവും പാടാണ് നടന്നു പോകണേക്ക. എന്തായാലും നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ഇതടിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി മുത്തേ. ബഗ് മുത്തേ, അടുത്ത് എന്ത് ബഗ്ഗടാ മുത്തേ. എനിക്ക് മാത്രമേ ഉള്ള ഈ ബഗ്ഗൊക്കെ. കഷ്ടം തന്നെ കേട്ടാ. ഫുള്ളി ബഗ്ഗായി കേട്ടാ, ഫുള്ള് ബഗ്ഗായി. റെഡ് ഫോക്സ് കയറുന്ന നവാബ് നേരത്തെ ആണ് ഫ്രണ്ടിക്കണ്. ഭാഗ്യത്തിന് ബഗ് മാറ്റി കയറി കേട്ടോ, നല്ല കാര്യം. റെഡ് ഫോക്സ് കയറ്. വരുവാണ്. എൻ്റെ ഞാൻ അറിയാതെ ഇങ്ങായിപ്പോയി. കഷ്ടകാലത്തിന് ഞാൻ ഇങ്ങായിപ്പോയി. മാർക്കോ എത്തി. ഹലോ മോഡറേറ്ററേ, വന്നല്ലേ? ഓക്കേടാ. ഇങ്ങോട്ട് വച്ച് പിടിക്കാം. അവൻ അങ്ങോട്ടല്ലേ ഇരിക്കണ. കംബാക്ക് എന്നാ. ഓക്കേടാ മുത്തേ. ബ്രോ പറയടാ മുത്തേ, പറ. ഞാൻ ബസ്സുണ്ടേ നവാബ്. ഓ ഞാൻ കണ്ടു, ഓടാ മുത്തേ. ഉയ്യോ, ഇങ്ങോട്ടാ കയറിപ്പോയി. അടിപൊളി. ഞാൻ അവന് മെസ്സേജ് അയക്കാൻ പോയാണ്, അപ്പോഴത്തേക്ക് കണ്ട ഇങ്ങി വന്ന് കയറിപ്പോയി. അടിപൊളി. റെഡ് ഫോക്സ് കാണുന്നില്ല. റെഡ് ഫോക്സിനെ കാണുന്നില്ല. റെഡ് ഫോക്സ് ഞാൻ ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. ഓക്കെ എടാ നിക്കേ. നവാബേ വാ. എന്ത് സംഭവിക്കണേ എനിക്ക്? എടാ ഇതെന്തോന്ന്? ഞാൻ
കാറിൽ കയറാൻ പറ്റൂല. ഞാൻ ഭാഗ്യത്തിന് അവൻ്റെ കാർ അവിടെ കിടന്നുകൊണ്ട് ഞാൻ അവിടെ നീങ്ങി വരാൻ പറ്റി. ഇറങ്ങട്ടെ ഇനി. ഇനി ഇറങ്ങാൻ മിങ്ങായി പോവല്ലോ. ഇല്ല 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 ഇല്ല. ഇവൻ്റെ നവാബേ മുത്തേ, നീ കാരണം എനിക്ക് വീണ്ടും ഒരു നല്ല ഭാഗ്യത്തിന് ഇങ്ങ് വരാൻ പറ്റി മുത്തേ. നീ അറിഞ്ഞുകൊണ്ട് അറിയാതെ എനിക്ക് വേണ്ടി നല്ല ഡബിൾ ആയി ഇപ്പം. പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞാണ് നമ്മൾ അങ്ങ് വരാമോ. ബഗ്ഗായി. എടാ മുത്തേ, ഞാൻ നവാബിൻ്റെ കാറിൻ്റെ അവിടെ ഉണ്ട്. മുത്തേ, എന്ത് വൈബ് വ്യൂ അല്ലേ. എൻ്റെ പൊന്നോ സാധനം. ഇവിടെ എന്തായാലും വന്നൊരു ഫോട്ടോ എടുക്കാം. കിടിലം വ്യൂ കിടിലം തന്നെ കേട്ടോ, അതിൽ പിന്നെ സംശയമില്ല. മുത്തേ, ഞാൻ ഇവിടെ നിപ്പുണ്ടാ മുത്തേ. ഞാൻ വീണ്ടും ബഗ് ലൊട്ട അടിച്ചത്. എന്തൊക്കെ ബഗ്ഗാണെന്ന് മുത്തേ അറിയാൻ പാടില്ല. ഓക്കേടാ. വെയിറ്റ് ആക്കാം മുത്തേ. ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ് മുത്തേ. വന്നോ മുത്തേ. നോക്കാം. കട്ട വെയിറ്റിംഗ്. മുത്തവന്മാർ എത്തയില്ലടാ. അങ്ങോട്ട് നടന്നു പോവാ. വരണ കേട്ടാ. വരണ. ഇവൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോയേനെ. ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കണം. മുത്തേ, നീ ലോക്ക് ചെയ്യാതെ പോയത് രണ്ടാമത്തെ നല്ല കാര്യം മുത്തേ. ഉള്ള പറയാലോ ഭാഗ്യം കേട്ടാ. മുത്തേ നവാബേ, സോറി, ഒരു അർജന്റ് ആയതുകൊണ്ട് നിന്റെ വണ്ടി എടുക്കണം കേട്ടാ. ഞാൻ എന്തെങ്കിലും വച്ച് പിടിക്കാം. അവന്മാർ നേരെ താഴെ ഇരിക്കണം. ഇനി മുകളിലാണ് ഞാൻ നിൽക്കണം. ഉയ്യോ, ജമ്പായില്ലേ അതിനടുത്ത്. ഉയ്യോ, വീണ്ടും പോയി. അടി. എടാ, ഇതെന്താടാ സംഭവിക്കണ. ഇത് എടാ, ഞാൻ ഇങ്ങായി ഇവിടെ. സൂപ്പർന്ന്. എടാ എന്തിലൊട്ടേതാണ് അവന്മാർ വേണ്ട. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങ് വന്ന്. ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് ലൊട്ട അടിക്കില്ല മറ്റേ, മനഃപൂർവ്വം അല്ല. ഒലഹാസിൻ്റെ ലൊട്ട ബഗ്. എന്തൊക്കെ വേഗം വാന്ന്. ഇത് കുറേ നടക്കണ ഹെൽപ്പ് സ്ഥലം എന്നാ. പോകല്ലേ, ഞാൻ കയറിയില്ലെന്ന്. ഞാൻ ഉള്ള കാര്യം പറയാൻ എനിക്ക് വട്ടും കൂടെ ഇളവും. ഇതെന്ത് വരും മുത്ത്, ഇതെന്ത് പറയട്ടെന്നാണ് മുത്ത്. ഇത് ഇവിടെ ആയിട്ട് മാറി തിരിഞ്ഞ് ലൊട്ട നാശം പിടിച്ച ബഗ്. ഞാൻ ഇനി ആരാ വന്നു കേട്ടാ. താരി ആരായിക്കോട്ടെ. ഞാൻ തന്നെ എൻ്റെ അവസ്ഥ എങ്ങാട്ടം എടുത്തോണ്ട് പോയിക്കോട്ട്. എവിടെ മച്ചി നീ? ഹായ്. പമ്പ്. ആഹാ, വന്ന് മാർക്കോ വന്ന്. ആരൊക്കെ വന്ന് കേട്ടാ. അത് ഇപ്പം മാർക്കോരെ വണ്ടിയിൽ വെയിറ്റ് ആക്കാം. ചാക്കോ എത്തട്ടെ. ചാക്കോച്ചവാ. റെഡ് ഫോക്സ് എന്നാ അവിടെ ലോക്ക് ഇട്ട് വെച്ച് എങ്ങനെ കേറാ മുത്തേ. നാളെ എക്സാം ആണ്, അതുകൊണ്ടാ പഠിക്കായിരുന്നു. ഓടാ. അങ്ങോട്ട് പോട്ട്. കേറാൻ പോലും പറ്റണില്ല. മുത്തേ, നമ്മളങ്ങനെ കേറി ഇരിപ്പുണ്ട് മുത്തേ. നല്ല ഇടത്തോട്ടങ്ങ് പോവാം.
വച്ച് പിടിക്കും മുത്തേ, വച്ചേ പിടിക്കും. അവര് പോണ്ട്. എനിക്ക് കഴിയൂല, നീ ഓടിക്കെന്നാ. ഓക്കെ, എന്തോ എനിക്ക് അറിഞ്ഞോളൂ. എന്തായാലും വെച്ച് പിടി മുത്തേ. നമ്മൾ പിടിക്കാതെ ഇങ്ങനെ എന്തോ മുത്തേ, എന്തായാലും അങ്ങോട്ട് വച്ച് പിടിക്കാം മുത്തേ. ഓ എന്തായാലും കൊള്ളാം മുത്തേ, എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഓടാൻ പറ്റില്ല, അങ്ങോട്ടാണെന്ന് ഓടാൻ പറ്റിയ ഹെൽപ്പ് സൈനുള്ള അങ്ങോട്ടാണ് പോകണമെന്നാണ് തോന്നണ. എന്തോ അറിഞ്ഞൂടാ. എന്തായാലും അവർ പോട്ടെ, അത് തന്നെ പോട്ട്. ബ്രോ ഹെൽപ്പ് സ്ഥലത്ത് മാർക്കോ റൂട്ട് പറഞ്ഞ് മുത്തേ. മാർക്കോ നല്ല അവന്, നിനക്കറിയാല്ല, എനിക്ക് റോഡ് അറിയില്ല. മാർക്കോന് സ്ഥലം പറഞ്ഞു കൊടുക്കടാ മുത്തേ, പറഞ്ഞോട് കേട്ടോ. ഞാൻ ഇവിടുത്തെ ബിസിയാണ്, ഇവിടെ എനിക്ക് 2-3 കാര്യങ്ങൾ ചെയ്യണ്ടേ. ഓക്കെ, ചാറ്റിൻ്റെ വല്ലതും വന്നാൽ നോക്കണമായിരുന്നു, അപ്പോൾ അതിൻ്റെ 2 ബിസി ആയിരുന്നു. ഓക്കെ, അവൻ പറഞ്ഞു കൊടുക്കുവാണ്, അവൻ പറയും, അതുപോലെ സെറ്റാക്കിയാൽ മതി മുത്തേ. എന്തായാലും വയ്ക്കോ. എടാ ഒരു ഹെൽപ്പ് സൈൻ പോവാൻ വീണ്ടും മണിക്കൂറുകൾ എടുക്കൂടാ മുത്തേ. ഇല്ല അങ്ങനെയൊന്നും എടുക്കാൻ പോകില്ല മുത്തേ. എന്തായാലും നമുക്ക് നോക്കാം. അത് തന്നെ കുറച്ച് പാടായിരിക്കും. എന്തായാലും ഈ നൈറ്റും കൂടെ പോകുമ്പോൾ അവർക്ക് വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. അവൻ നൈറ്റിട്ടാണ് കളിക്കണം. എന്നാലും നമ്മൾ എത്തിയിരിക്കും മുത്തേ. അത് തന്നെ, അതിന് അങ്ങനെയൊന്നും പിന്നെ പോവാൻ പറ്റൂല എന്നാലും അങ്ങനെയൊന്നും ഇല്ല മുത്തേ. പരുന്തുവാസു വന്നില്ലേ? ഓ പരുന്ത്, നീ വന്നായിരുന്നല്ലേ, ശ്രദ്ധിച്ചില്ലടാ. വെൽക്കം ബ്രോ. ഓ ഇങ്ങനെ ഇരുന്ന് പോണ വൈബ് വേറെ ചേട്ടാ. എത്താറായി. ഇനി ഇവിടെ നിന്ന് വേണ്ട ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് എവിടെ? ഈ ഒരു സ്പേസിലാണ്. ഇങ്ങനെ ഇത്തിരി പാടാണ്. അണ്ണ ഈ വണ്ടി കയറുന്നില്ല. അടി തട്ടുവാ എടാ അത് ഈ വണ്ടി. ഓ താങ്ക്സ് വരുന്നേ. ബ്രോ നെക്സ്റ്റ് ലൈവ് ഉണ്ടോ പറ ബ്രോ. എടാ ഈ ലൈവ് ഇവിടെ എൻ്റെ ആയില്ലല്ലോ മുത്തേ. ഈ ലൈവ് ഇവിടെ എൻ്റെ ഒന്നും ആയില്ലല്ലോ. ഈ ലൈവ് എൻ്റെ ആവാതെ ഇങ്ങനെ മുത്തേ നെക്സ്റ്റ് ലൈവ് ഇടണം. ഈ ലൈവ് ഇപ്പം ഓൺ ഗോയിങ് ആയിട്ട് വെക്കൊണ്ടിരിക്കുമല്ലേ. ഇതിൻ്റെ പോക്ക് പോട്ട് മുത്തേ. അവൾ എന്തായാലും ഒരിടത്തോട്ട് പോവല്ലേ. പരുന്ത കാർ തന്നോ മണി. ലൈവ് 6 പേര് കാണുന്നതാണ് കാണിക്കണം. എന്തായാലും നമുക്ക് നോക്കാം മുത്തേ. ലൈക്കായി. ഓക്കെ. എടാ ഈ ലൈവ് ഒരു 9 ലൈക്കൊക്കെ എത്തിയിരുന്ന നൈസായിരുന്നല്ലേ. എന്തായാലും നോക്കാം. അത് തന്നെ നോക്കാം. പരുന്തുവാസുവിൻ്റെ കാറിൽ മുത്തേ നമ്മളെല്ലാവരും കൂടെ പരുന്തുവാസുവിൻ്റെ കാറിൽ ഹെൽപ്പ് സൈഡിലോട്ട് പോയേക്കാൻ പോണ്. നോക്കാം മുത്തേ. ചാക്കോച്ചൻ്റെ ബസ്സിൽ കയറിച്ച ബസ് അങ്ങനെയാണ് മുത്തേ. ബസ്സിൽ ഇത്തിരി പോകാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എല്ലാവരും കയറുന്നതാണെൻ്റെ ഒരു വിശ്വാസം. മാർക്ക് കയറിയിരിപ്പുണ്ട്. വെളിക്കാഴ്ചകൾ കാണട്ടെ മുത്തേ. ഇവിടെ സൈഡിൽ അവിടെ ഇവന് സ്ഥലം നന്നായിട്ട് അറിയാം. ഇവൻ പറഞ്ഞു കൊടുക്കും നന്നായിട്ട്. റൊണാൾഡ് നീ വന്നാ? ഓക്കെ വന്നല്ലേ, സന്തോഷം മുത്തേ. റൊണാൾഡ് വന്നിട്ടുണ്ട് നമ്മളെ ചാറ്റിൽ, ലൈവ് ചാറ്റിൽ റൊണാൾഡ് വൈറ്റ് വന്നിട്ടുണ്ട്. ഹെൽപ്പ് സ്ഥലത്ത് വിട്ടോ? ഹെൽപ്പ് സ്ഥലം നമ്മൾ ഹെൽപ്പ് സ്ഥലത്ത് പോകുമ്പോൾ മാത്രം അതിൻ്റെതായ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ളവങ്ങളിൽ പോകുമ്പോൾ ബാക്കി ഒരു ഹിഡൻ പ്ലേസ് ആണെങ്കിൽ പോകുമ്പോൾ പോലും
ഇത്ര ടൈം എടുക്കൂലടാ മുത്തേ. ഇത് നല്ലൊരു ഇത് എടുക്കുന്നുണ്ട് മുത്തേ. ഹെൽപ്പ് സ്ഥലത്താണ് പോയിക്കൊണ്ടിരിക്കണം. എടാ ചാക്കോച്ചൻ വന്നാ? ചാക്കോച്ചനെ കാണാനില്ല. ഓ ഇവൻ കഷ്ടപ്പെട്ട് തന്നെ പോണ. ഇല്ലാട്ടോ. അവ എവിടെ പോയി ചാക്കോച്ച? അവ റൂമിലില്ല. ഓടാ. ഓ ചാക്കോച്ചൻ പോയി നോക്കിയടാ. ഓക്കെ ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കേടാ. ഓക്കെ ഈ നൈറ്റും കൂടെ ഇട്ടേണ്ടേ നമുക്ക് എല്ലാം കൂടെ ശ്രദ്ധിക്കാനും പറ്റില്ല. ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം. എടാ അവൻ്റെ വണ്ടി പൊട്ടാൻ കണ്ടാ മുത്തേ. എടാ എൻ്റെ ഇതേപോലെ രണ്ടാ ഒന്നാ വണ്ടി ഇരിപ്പുണ്ട് മുത്തേ. ഒന്നോ ഒരു വണ്ടി വേനായിട്ടുണ്ട്. ഭയങ്കര പൊട്ടൊക്കെ പോകണം. അതിൽ സബ്സ്ക്രൈബർ തന്നെയാണ്. ആ നൈസ് വണ്ടിയാണ് ഇത്. ഭയങ്കര പൊട്ടൊക്കെ. നൈസ് തന്നെ കേട്ടാ. നൈസ് തന്നെ. സുഖം തന്നെ മുത്തേ. സുഖം തന്നെ. നമ്മൾ എത്രയായി നമ്മൾ അവസാനം കഷ്ടപ്പെട്ടത് നല്ല ടൈം എടുത്തു കേട്ടോ. ഈ ഒരു സ്ഥലത്തോട്ട് വരാൻ മാത്രം നമ്മൾ ബഗ് അടിച്ച് കുറേ കഷ്ടപ്പെട്ടാണ് പറഞ്ഞത് കേട്ടോ. ഹെൽപ്പ് സൈൻ സ്ഥലത്തോട്ട്. ഓക്കെ എന്തായാലും നമുക്ക് നോക്കാൻ മുത്തേ. എത്തിയിട്ടുണ്ടാമത്തെ ബ്രോ. ഞാൻ ചാക്കോച്ചൻ എന്ത് പോയി കളഞ്ഞ ബ്രദർ മണി സെൻഡ് എന്നാ ഞാൻ ആദ്യം. എത്തി. ഇറങ്ങട്ടെ. അപ്പ എന്തിനൊക്കെ വാടിച്ചു പറഞ്ഞ എഗെയിൻ നമ്മളിവിടെ വന്നിട്ടുണ്ടാ മുത്തേ. മുത്തേ പിന്നെ കാണാം. ഓക്കെ ബസ് കയറുന്നില്ല. പിന്നെ ചാർജും തീർന്നു. പിന്നെ വരാം. ഓക്കെ പിന്നെ കാണാം. ഓക്കെ സമാധാനം ഒന്നാ. നൈസറാവത്തെ. അവിടെ ഇതിൽ മറ്റേ ഈ കടലല്ലേ ഇതൊക്കെ കണ്ട അതിൻ്റെ വൈബായിട്ട് നൈറ്റ് ഇടുമ്പോൾ അതിൻ്റെതായ വൈബ് വേറെയാണ് കേട്ടോ മുത്തേ. ഉള്ള വേറെയല്ല. ഹെൽപ്പ് ഉള്ള കാര്യം പറയല്ല. ഇവിടെ നമ്മളിപ്പോൾ ഇത് കുറച്ച് നാളിന് ശേഷം ഇങ്ങോട്ട് വരണം. ഈ ഒരിടത്തോട്ട് സബ്സ്ക്രൈബർ കുറേ ആവട്ടെ എന്നാ. അതായിക്കോളും മുത്തേ. സി യു ബ്രോ. ഓക്കേടാ. ബിഗ് ബ്രോ അപ്ഡേറ്റ് ചെയ്തു. അവിടെ അപ്ഡേറ്റ് ചെയ്താ. ഓക്കെ സി യു ബ്രോ. സി യു ബ്രോ. ഉടൻ വലിയ നിലയിലെത്തട്ടെ എന്നാ. താങ്ക് യു മുത്തേ. ഉടൻ വലിയ നിലയെത്തട്ടെ എന്നാ മുത്തേ. വലിയ നില എത്തണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു PC വേണം. PC കിട്ടിയാൽ നമുക്ക് നമ്മളെ മുഖം കാണിച്ചുള്ള സ്ട്രീം, അതായത് ഫുള്ളി ടോട്ടലി വലിയ രീതിയിൽ ചേഞ്ച് ആയിട്ടുള്ളൊരു സ്ട്രീം തുടങ്ങാൻ പറ്റൂ. മനസ്സിലായില്ലേ? അത് തുടങ്ങണേ PC വാങ്ങണം. PC വാങ്ങണേ ഇത് എന്ന് വാച്ച് ഓവർ സെറ്റാണ്. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് ബ്രോ. റൊണാൾഡോ പറ്റി പറഞ്ഞോ ബ്രോ. പറഞ്ഞോടാ. പരുന്ത് വാസുവിനെ കാണുന്നില്ല. എവിടെ പോയി? അവിടെ എല്ലാ മാപ്സിലും സ്നോ വന്നിരുന്നെങ്കിൽ സൂപ്പർ ആയനെ. സത്യമാടാ. സത്യം. എല്ലാ മാപ്പിലും വന്നിരുന്ന നൈസായനെ. അത് അല്ല കുഴപ്പമില്ല. സിറ്റി വന്നത് നൈസായിട്ടുണ്ട്. ഇപ്പോൾ വരും. ഓക്കെ ഇതെന്തൊരു നിഴൽ പെട്ടെന്ന് വന്ന അതവൻ്റെ കാറിൻ്റെ. ഓക്കെ പരുന്തുവാസ് ബ്രോ ഡേ എടുത്ത് ബിഗ് ഫാൻ പറയാമോ എന്നാ. എന്തോ ഒരു കഷ്ടം. കുറേ സമയമായി ഹോൺ അടിക്കുന്നു. സത്യം. ഞാൻ ഇത് ഈ മറ്റേ മൈക്കിന് സാധനം സൗണ്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വലുതായിട്ട് കേൾക്കണില്ല. എന്തായാലും കൊള്ളാം. ഒരു ലോങ് പിക്കങ്ങ് എടുക്കാം. അത് തന്നെ. ഞാൻ വാസുവിൻ്റെ ബിഗ് ഫാൻ ആണെന്നാ. ഒത്തേ വാസു നീ ഇത് കേൾക്കണ ഒത്തേ. നിന്റെ ബിഗ് ഫാനാണ് കേട്ടോ റൊണാൾഡോ പറ്റി. നൈസ് മുത്തേ. അങ്ങോട്ട് നടക്കാം. മുത്തേ ഇരുട്ടായതുകൊണ്ട് വ്യക്തമാണല്ലോ കേട്ടോ. അങ്ങോട്ട് പോകട്ടെ. അവൻ്റെ പിന്നാലെ വച്ച് പിടിക്കാം മുത്തേ. ഞാൻ അവൻ്റെ പിന്നാലെ വയ്ക്കൊണ്ടിരിക്കണേ മുത്തേ.